പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമായിരുന്നിട്ടും നാഷണൽ അവാർഡിന് സിനിമകൾ അയക്കാതെ ഇരുന്നതിലൂടെ വലിയ നഷ്ടമാണ് മമ്മൂട്ടി കമ്പനി മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കത്തിലൂടെയും റോഷാക്കിലൂടെയും മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്ക കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരെയും ആരാധകരെയും നിരാശയിലാക്കിയതായിരുന്നു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വന്ന വാർത്തകൾ. സിനിമകൾ നാഷണൽ അവാർഡിന് അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ലഭിച്ചേനെ. പക്ഷേ മമ്മൂട്ടി കമ്പനി അങ്ങനെയൊരു സാധ്യത പോലും പരീക്ഷിക്കാൻ തയ്യാറായില്ല എന്നതാണ് സങ്കടകരം. എന്നിരുന്നാലും ഇത്തവണ അവാർഡ് ലഭിക്കാത്തതിൽ നിരാശ വേണ്ട എന്നാണ് പറയാനുള്ളത്. കാരണം അടുത്ത വർഷവും പ്രമുഖരോടൊപ്പം മത്സരിക്കാൻ മമ്മൂക്കയും കട്ടക്ക് തന്നെ കാണും. ഈ വർഷം നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കുമായിരുന്നെങ്കിൽ അടുത്ത വർഷം ഭ്രമയുഗവും കാതലുമാണ് മികച്ചതിനുള്ള കോമ്പറ്റീഷന് എത്തുന്നത്. ഭ്രമയുഗത്തിലെ മമ്മൂക്കയുടെ പ്രകടനത്തോട് കട്ടക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രവും ഇതിനോടകം ഇന്ത്യൻ സിനിമയിൽ റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലും മമ്മൂക്ക തന്നെയാവും പ്രധാന ചർച്ചാ വിഷയം. ഇനി മമ്മൂട്ടി കമ്പനി കാതൽ അവാർഡിന് അയച്ചില്ലെങ്കിലും ഭ്രമയുഗം നിർമ്മാതാക്കൾ അയക്കുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം അടുത്ത വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിനായി. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.